ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസു വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ പച്ചരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതായത് പച്ചരി കുതിർത്ത് പൊടിച്ചതാണ്, വറുത്തിട്ടില്ല കേട്ടോ. വറുക്കാത്ത പച്ചരി പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അളവ് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒട്ടും തന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കില്ല. വെള്ളം ചേർത്ത് കൊടുത്താൽ ഇത് ശരിയാവില്ല. അതുകൊണ്ട് തേങ്ങാപ്പാലിലാണ് നമ്മളിത് അച്ചപ്പം ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി, സംഭവം റെഡിയായി കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ പാകത്തിനനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തതായി നമുക്ക് കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ജീരകം ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ജീരകം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് അച്ചപ്പം വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഉരുളിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അച്ചപ്പത്തിൻ്റെ ആ അച്ചുണ്ടല്ലോ, അത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അച്ചപ്പത്തിൻ്റെ അച്ച് നമ്മൾ ഈ ഓയിലിലോട്ട് ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ അത് ചൂടായി കിട്ടും. പിന്നെ ഒരു പാത്രത്തിലോട്ട് നമ്മളുടെ മാവെന്ന് കുറച്ച് മാവാണ് കേട്ടോ ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ചൂടായ അച്ചപ്പത്തിൻ്റെ അച്ച് അതിലേക്ക് മുക്കിയിട്ട് നമ്മൾ ചൂടുള്ള എണ്ണയിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അച്ചപ്പത്തിൻ്റെ അച്ച് മുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ആവാത്ത വിധത്തിൽ വേണം കേട്ടോ നമ്മൾ മാവിലോട്ട് മുക്കാനായിട്ട്. മുകളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടു പോരത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളത് മുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ഇങ്ങനെ അച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ അച്ചപ്പവും നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം എല്ലാം ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.